ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് ടു നൈറ്റ് വരെയുള്ള ഒരു വ്ളോഗായാലോ. പിന്നെ ഒട്ടും പ്ലാൻ ഇല്ലാതാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് ഞാൻ എടുക്കുന്നത്. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നല്ല മഴ എന്ന് പറയുമ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നൈഷു ഉറങ്ങി നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ കുറച്ച് നേരം കൊലായിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന്. അങ്ങനെ അവളായിട്ട് കുറച്ച് നേരം കൊലായിലൊക്കെ ഒന്ന് നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മിനി വ്ളോഗെങ്കിലും എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ബട്ട് എന്താ പറയുക, എല്ലാ ദിവസവും ഒരേ റുട്ടീനായിട്ടാണ് പോവുക. അപ്പോൾ വിചാരിച്ചതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ അതിനുകൊണ്ട് ആ ഇൻട്രസ്റ്റ് ആണ് പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെയും നൈഷുവിൻ്റെ ഒക്കെ ഡ്രസ്സുകൾ പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടിയും കഴിഞ്ഞിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച ഡ്രസ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഷോന്ന് ഇങ്ങനത്തെ സാരി കവറാണെന്ന് തോന്നുന്നു പറയുക, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. 6 കവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. വെച്ചാൽ പാക്ക് ചെയ്ത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഫുള്ളായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോ എടുക്കുമ്പോഴാണ് ഞാനിത് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ സിബൊക്കെ ബെറ്റർ അല്ലേ, എന്താണ് ക്വാളിറ്റി പാട് എന്നൊക്കെ നോക്കിയായിരുന്നു. ക്വാളിറ്റി പറയുമ്പോൾ ഇത് ജസ്റ്റ് ഒരു നോർമൽ ഒരു കവറാണ്. നമ്മൾ ഡ്രസ്സുകളൊക്കെ ഒന്ന് സെറ്റ് ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ ഈ കവർ വന്നിട്ട് നൈസായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതിനോണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി കുറവ് നല്ലോണം ഉണ്ടാവും. പിന്നെന്താ, നമ്മൾ നോർമൽ ഡേയിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ചേഞ്ച് ആക്കേണ്ട ഒരു ആവശ്യമൊക്കെ ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും ഇതിങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കേട് വന്നേക്കാം. ആശുവിന് ഇപ്പോൾ 5 months ആയി. ഇപ്പോൾ ഒരു 8 month അല്ലെങ്കിൽ 9 month ആ ടൈമിലൊക്കെ, അതിൻ്റെ ശേഷമൊക്കെ ഉള്ള ടൈമിലൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാലോ വിചാരിച്ചിട്ട് ആ ഒരു മൈൻഡിൽ അങ്ങനെ മേടിച്ചതായിരുന്നേ. ഞാൻ നൈഷുവിൻ്റെ ഡ്രസ്സാണ് മെയിനായിട്ട് ഞാൻ ഇതിലേക്ക് വെക്കാൻ വിചാരിച്ചത്. എന്നിട്ട് ഞാൻ 3 കവറിൽ അവളത് ഫുള്ളായി. പിന്നെ 3 കവറ് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഇന്ത്യയും കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മൈൻഡ് മാറി വേറെ എന്തെങ്കിലും ഡ്രസ്സ് മാറ്റി എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പം എന്തായാലും ഫുള്ള് ഡ്രസ്സ് തന്നെയാണ് ഇപ്പോൾ അതിലിരിക്കുന്നത്. ഇനി കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ടേ അറിയുള്ളൂ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ. ഡ്രസ്സൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം നൈഷുവിനായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അവൾ ഈവനിങ് ടൈമിൽ നല്ല കളിയും ചിരിക്കാവും, ചിലപ്പോൾ അതിനും വേണ്ടി ഫുൾ ടൈം കരച്ചിലും ഒരു എന്താ പറയുക, ഒരു ഓക്കെ അല്ലാത്തൊരു മൂഡാവും. അപ്പോൾ എന്തായാലും ഇപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് കളിക്കാൻ കൊടുത്തൊക്കെ അവൾ കാലിട്ട് ചവിട്ടി അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ടൊക്കെ കളിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെയൊക്കെ ടൈം പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഓളെ ഡ്രസ്സ് എടുത്തെങ്കിലും പിന്നെ ഓളായിട്ട് കുറച്ച് നേരമൊക്കെ കളിച്ചാൽ കുറച്ച് നേരം ടൈം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും ഓളും കൂടിയാണ് താഴേക്ക് വന്നപ്പോൾ ഇമ്മ സമൂസ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് അത് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇനി അപ്പോഴത്തേന് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നേ, മൈരിപ്പാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചാടിക്കാനാകുമ്പോഴത്തേനൊന്ന് സമൂസൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഫ്രൈ ആക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ചാടിക്കാൻ ടൈമൊക്കെ ആയപ്പോഴാണ് പിന്നെ അത് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതാ ചായയൊക്കെ കുടിക്കണ നേരത്ത് പിന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ ഇരുന്ന് അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞാൻ അതിനെ പ്രത്യേകിച്ച് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 9:30 ആയ ടൈമിൽ അതിന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാത്തത് ഞാൻ ആലോചിച്ചു, ഇതിപ്പോൾ ഇത്രയൊക്കെ തന്നെ വീഡിയോസ് എടുത്തിട്ടുള്ളൂ, ഇനിയിപ്പോൾ ഇതും ഞാൻ ഇടയിലേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ടൈമിലാണ് പുറത്ത് പോയിട്ട് ചാടിക്കാമെന്ന് അറിയുന്നേ. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, വേഗം നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നേ. നൈഷു വരുമ്പോഴൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കുറച്ചൊക്കെ ഷോപ്പൊക്കെ എത്താനാവണം കുറച്ച് മുന്നേ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഷോപ്പിലെത്തിയപ്പോൾ അവൾ നീച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്തൊക്കെ കഴിക്കണം എന്നൊക്കെ ഒന്ന് അറിയണ്ടേ. പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നിന്നേ. പിന്നെ ചാടിക്കാന്ന് പറഞ്ഞേ. പിന്നെ എവിടേക്കാ പോവാന്നുള്ള തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കുടിക്കാന്ന് വെച്ചിട്ടാണ് പോയതെങ്കിലും അവിടെ എത്തിയപ്പോൾ മിൽക്ക് സർബത്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഗ്രീൻ പീസും മിൽക്ക് സർബത്തും നമ്മൾ മേടിച്ച് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നോള് വോയിസ് ഓവർ കൊടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ, അപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരമായി വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു വ്ളോഗ് ഞാൻ അങ്ങനെ എടുത്തതാണ്. കുറച്ച് ദിവസമായാലും വ്ളോഗ് എടുക്കണം എന്ന് ഇങ്ങനെ ആഗ്രഹിക്കണം. അപ്പോൾ അങ്ങനെ എടുത്തൊരു വ്ളോഗാണ്. ഇഷ്ടമായോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.